ചാപ്റ്റർ 8 മാത്തമാറ്റിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് 8.2ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ സൈൻ വാല്യൂം കോസ് വാല്യൂം പഠിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 കോസ് 60 എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്ക് സൈൻ 60യുടെ വാല്യൂ അറിയാം, കോസ് 30യുടെ വാല്യൂ അറിയാം, സൈൻ 30യുടെ വാല്യൂ അറിയാം, കോസ് 60യുടെ വാല്യൂ അറിയാം. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സൈൻ 60 ദാറ്റ് ഇസ് √3/2 ആൻഡ് കോസ് 30 എത്രയാണ്? √3/2. നമ്മളിത് റീഡ് ചെയ്യേണ്ടത് സൈൻ 60 ഇൻറ്റു കോസ് 30 എന്നാണ്. ഓക്കെ, നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, √3/2 ഇൻറ്റു √3/2 പ്ലസ് സൈൻ 30. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. സോ 1/2 ഇൻറ്റു കോസ് 60 അഗെയിൻ 1/2. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം √3/2 ഇൻറ്റു √3/2. √3 ഇൻറ്റു √3 ദാറ്റ് ഇസ് 3 itself. √3 into √3, 3. By 2 into 2, that is 4. Plus 1 into 1, that is 1. And 2 into 2, that is 4. So we get denominator random same ആണ്. 3 plus 1, that is 4. By 4, that is equal to 1. Okay. Second question. 2 tan square 45 plus cos square 30 minus sin square 60. Okay. So 2 tan square 45. Tan 45 is 1. So it is 1 square. 2 into 1 square. Plus cos 30. Cos 30 is √3/2 square minus sin square 60. So sin 60 is √3/2. സോ √3/2 സ്ക്വയർ. നമ്മളുടെ ഫംഗ്ഷൻസിൽ സ്ക്വയർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ ചെയ്തിരിക്കുന്നത്, അത് തെറ്റിപ്പോകരുത്. ഓക്കെ, ദെൻ 2 into 1 square that is 2 plus √3 square. √3 square is √3 into √3. √3 into √3 that is 3. 2 into 2. 2 square is 4 minus √3 into √3 is √3 square that is 3. 2 into 2 that is 2 square which is 4. Okay. Then we get 2 plus 3/4 minus 3/4 that is 0. So 2 plus 0 is 2 itself. Okay. Okay, next third question നോക്കാം. Cos 45 by sec 30 plus cosec 30 ആണ്. ഓക്കെ, ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സൈനും കോസും ടാനിൻ്റെയും ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്കൊന്ന് ജസ്റ്റ് എഴുതിയിടാം, തെറ്റിപ്പോകാതിരിക്കാനായിട്ട്. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ആദ്യം തന്നെ എഴുതാം. സൈൻ 45ഉം കോസ് 45ഉം ഒരേ വാല്യൂസ് ആണ് അല്ലേ? 1/√2. അപ്പോൾ നമ്മൾ ആദ്യം അത് എഴുതിയിടാം. 1/√2, 1/√2 ആൻഡ് ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ അത് ഫിൽ ചെയ്തിട്ടു. ദെൻ സൈൻ 30. സൈൻ 30യുടെ അതേ വാല്യൂ ആണ് കോസ് 60ക്കുള്ളത്. ഓക്കെ, സൈൻ 30 നമ്മൾ 1/2 ഇട്ടാൽ നെക്സ്റ്റ് നമ്മൾ കോസ് 60ക്ക് 1/2 ഇടുക. ഓക്കെ, മനസ്സിലായല്ലോ? സൈൻ 30 1/2 ആണ്, അത് ആ വാല്യൂ തന്നെയാണ് കോസ് 60ക്ക് ഉള്ളത്. അതുപോലെ തന്നെ കോസ് 30യുടെ വാല്യൂ √3/2. ഈ സെയിം വാല്യൂ ആണ് നമ്മളുടെ സൈൻ 60ക്ക് ഉള്ളത്. ഓക്കെ, കോസ് √3/2 ഇട്ടാൽ നമ്മൾ ഇവിടെ ദാറ്റ് ഇസ് സൈൻ 60 ഇസ് √3/2. സൈൻ 30 കോസ് 60, കോസ് 30 സൈൻ 60. മാറിപ്പോകരുത് കേട്ടോ, എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ബാലൻസ് ഉള്ളത് ടാൻ 30യും ടാൻ 60യും ആണ്. ഓക്കെ, ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ആൻഡ് ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വെറും √3 മാത്രമാണ്. അപ്പോൾ ടാൻ 30 1/√3 ആൻഡ് ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം.
cos 45 by sec 30 plus cosec 30. Okay. Cos 45 എത്രയാണ്? Cos 45 is 1 by root 2. So നമുക്ക് എഴുതാം. That is 1 by root 2 divided by sec 30. Sec 30 എന്ന് പറഞ്ഞാൽ sec എന്തിൻ്റെ റെസിപ്രോക്കൽ ആണ്? sec കോസിൻ്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, അപ്പോൾ cos 30 root 3 by 2 ആണെങ്കിൽ sec 30 2 by root 3 ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. sec ആണ് തന്നിരിക്കുന്നത്. sec എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ ആണ്. സോ cos 30യുടെ റെസിപ്രോക്കൽ വാല്യൂ ദാറ്റ് ഇസ് 2 by root 3. 2 by root 3 plus cosec 30. cosec 30 എന്നാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ ആണ്. ദാറ്റ് ഇസ് 2 by 1. ഓക്കെ, 2 by 1 ദാറ്റ് ഇസ് 2 itself. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ LCM കണ്ടിട്ട് സിംപ്ലിഫൈ ചെയ്യാം. LCM ദാറ്റ് ഇസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. യു ഹാവ് ടു കൺസിഡർ ദിസ് ഇസ് എ 1. 2 into 1 ദാറ്റ് ഇസ്, നമുക്ക് ഒന്നും കൂടെ എടുത്തെഴുതാം, 1 by root 2 divided by 2 into 1 that is 2 plus 2 into root 3 that is 2 root 3 divided by root 3 into 1 that is root 3. Okay. സോ ഇവിടെ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്. സോ ഇതിനെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? അതായത് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള ഈ ഫ്രാക്ഷനെ റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? 1 by root 2 into root 3 divided by 2 plus 2 root 3. രണ്ട് ഫ്രാക്ഷൻസ് വന്നാൽ നമ്മൾ റെസിപ്രോക്കൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 1 by root 2 into root 3 by 2 plus 2 root 3. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേംസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. 1 into root 3 that is root 3. then root 2 into നമ്മൾ ഈ 2യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 root 3യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ root 2 into 2 that is 2 root 2. root 2 into 2 root 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 root 3 into root 2 that is root 6. മനസ്സിലായല്ലോ? നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ്. root 2 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡിനോമിനേറ്റേഴ്സിൽ നമുക്ക് എന്താണ്? റൂട്ട് വാല്യൂസ് കിടക്കുന്നുണ്ട്. സോ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ ചേഞ്ച് ആവാതെ തന്നെ നമ്മളിനി സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? നമ്മളിവിടെ ഈ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. എന്താണ്? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2 root 2 plus 2 root 6 ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 root 2 minus 2 root 6. ഇവിടെ പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ആ കോൺജുഗേറ്റിനെ ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് വാല്യൂസ്, ഫ്രാക്ഷൻ്റെ വാല്യൂ ചേഞ്ച് ആവാതെ സിംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ root 3 by 2 root 2 plus 2 root 6 into ഈ വാല്യൂ നമ്മൾ താഴെ ഇറക്കി എഴുതിയതാണ്. ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് 2 root 2 minus 2 root 6 divided by 2 root 2 minus 2 root 6. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാം. root 3 into 2 root 2 minus 2 root 6 എങ്ങനെ ചെയ്യണം? ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? root 3 into 2 root 2. ഇവിടെ റൂട്ട് വാല്യൂസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. സോ root 3 into root 2, 3 into 2 that is 6. സോ root 6, ദെൻ ഈ 2 അവിടെ തന്നെ കിടക്കും, അത് ചേഞ്ച് ആവില്ല. ഓക്കെ, സോ 2 root 6 മൈനസ് എന്താണ് ഇവിടെ കിട്ടിയത്? root 3 into 2 root 6. അപ്പോൾ എങ്ങനെ വരും? root 3 into root 6 എത്രയാണ്? 6 into 3 that is 18. So root 18, then ബാക്കിയുള്ളത് 2 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്റേഴ്സിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 root 6 മൈനസ് 2 root 18 ആണ് കിട്ടിയത്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? ഇനി നമ്മളുടെ ഈ കോൺജുഗേറ്റ് നോക്കുക. എന്താണ് ഇവിടുത്തെ ഒരു എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് നോക്കിയേ. 2 root 2 plus 2 root 6, 2 root 2 minus 2 root
6. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്തിൻ്റെ എക്സ്പാൻഷനാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ നമ്മൾ ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ എങ്ങനെ എഴുതും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് 2√2 സ്ക്വയർ മൈനസ് 2√6 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യാം? 2√6 മൈനസ് 2√18 നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും? 18 നമുക്കറിയാം. എന്താണ് 18 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് √18 നമുക്ക് എങ്ങനെ എഴുതാം? √9 × 2 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? √18 is equal to √9 × 2 ആണ്. സോ √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3√2. √18 നമുക്ക് എങ്ങനെ എഴുതാം? 3√2 എന്ന ഫോമിലേക്ക് മാറ്റാം. അതുപോലെ ഇവിടെ നമ്മൾ ഈ ഒരു 2√18 എക്സ്പാൻഡ് ചെയ്യാം. 2√6 മൈനസ് 2 ഇൻറ്റു 80. √18 പകരം എന്ത് ചെയ്താൽ മതി? 3√2 എഴുതിയാൽ മതി. ഈ 2 എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെയുള്ള 2 ആണ്. √18 നമ്മൾ എന്താക്കി എഴുതുന്നു? 3√2 എന്ന ഫോമിലേക്ക് മാറ്റുന്നു. സോ വി ഗെറ്റ് 2 × 3√2 ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ എന്താണ്? 2√2 ഹോൾ സ്ക്വയർ. എങ്ങനെ കിട്ടും? 2√2 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു √2 × √2 അതാണ് √2 സ്ക്വയർ ദാറ്റ് ഇസ് 2 itself മൈനസ് 2 സ്ക്വയർ ഇസ് 4 ഇൻറ്റു √6 × √6 ആണ് √6 സ്ക്വയർ. സോ എന്താണ്? 6. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. √6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √6 × √6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, അറിയാത്ത കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 2√6 മൈനസ് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇനി വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 2√6 മൈനസ് 2 × 3 ദാറ്റ് ഈസ് 6. 2 × 3 ദാറ്റ് ഈസ് 6. 6√2 divided by 4 × 2 that is 8 minus 4 × 6 that is 24. 8 minus 24. Okay, ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2√6 minus 6√2 divided by 8 minus 24 that is minus 16. Okay, ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ നെഗറ്റീവ് സൈൻ മാറ്റാനായിട്ട് ഞാൻ ഈ നെഗറ്റീവിനെ നമ്മൾ ഹോൾ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ് പോകുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആയത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? മൈനസ് 6√2 എന്നുള്ളത് പ്ലസ് 6√2 ആവും. സോ വി ഗെറ്റ് 6√2. ദെൻ 2√6 എന്ന് പറയുന്നത് മൈനസ് 2√6 ആയിട്ട് മാറും. മൈനസ് 2√6 ഡിവൈഡഡ് ബൈ മൈനസ് 16 പ്ലസ് 16 ആയിട്ട് മാറും. ഞാൻ സൈനിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതിലെ കോമൺ ഫാക്ടർ എന്താണ്? അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 6, 2 and 16. 6, 2, 16. ഇതിലെ കോമൺ ഫാക്ടർ ഏതാണ്? 2 കോമൺ ആണ് അല്ലേ? 2 കൊണ്ട് നമുക്ക് ഈ 3 നമ്പേഴ്സിനെ നമുക്ക് വെട്ടിക്കളയാം. 2 3s are 6, 2 2s are 1 and 2 8 are 16. So we get 3√2 minus √6 divided by 8. This is the answer for this question. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. sin 30 plus tan 45 minus cosec 60 by sec 30 plus cos 60 plus cot 45. ഓക്കെ, വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 plus tan 45 is 1 minus cosec 60. cosec എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ 60യുടെ റെസിപ്രോക്കൽ ആണ്. സോ 2/√3. 1 minus 2/√3
ഹോൾ ഡിവൈഡഡ് ബൈ C30. സീക്ക് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ്. സോ 2/√3. 2/√3 പ്ലസ് cos 60. Cos 60 that is 1/2 minus plus cot 45. Cot 45 എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കൽ ആണ്. സോ 1ൻ്റെ റെസിപ്രോക്കൽ 1 itself. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. 1/2 പ്ലസ് 1 നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വി ഗെറ്റ് 1 into 1 that is 1 plus 2 into 1 that is 2. So എന്ത് കിട്ടും? 1 plus 2 that is 3. 3/2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 3/2 മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 1 1 പ്ലസ് 2 into 1 2 that is 3. 3/2 into 1 that is 2. ഓക്കെ, ദെൻ ഇനി അഗെയിൻ നമുക്ക് ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ 3 into √3 that is 3√3 minus 2 into 2 that is 4 divided by 2 into √3 that is 2√3. The whole divided by ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 that is 4 plus 3 into √3 that is 3√3 divided by √3 into 2 that is 2√3. നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മുകളിലെയും താഴെയും കിട്ടിയിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ദെൻ നമുക്ക് ബാലൻസ് ഉള്ളത് 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3√3. ദെൻ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റൂട്ടിൻ്റെ ടേമിൽ തന്നെയാണ് ഡിനോമിനേറ്റേഴ്സ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ആവാതെ തന്നെ ഈ റൂട്ട് നമുക്ക് ഒഴിവാക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്? ഡിനോമിനേറ്ററിൽ നമുക്ക് റൂട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ആവാതെ നമുക്ക് ഈ ഒരു എന്ത് ചെയ്യണം? റൂട്ട് ഒഴിവാക്കണം. സോ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഒരേ സംഭവം തന്നെ ചെയ്യുമ്പോൾ അവിടെ വാല്യൂസിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, സോ 3√3 മൈനസ് 4/4 പ്ലസ് 3√3. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 4 മൈനസ് 3√3 ആണ്. ഇൻറ്റു 4 മൈനസ് 3√3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3√3. ഓക്കെ, കോൺജുഗേറ്റ് നമ്മൾ എടുത്തു. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3√3 ആൻഡ് മൈനസ് 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 3√3 ഇൻറ്റു 4 ആൻഡ് അതുപോലെ തന്നെ 3√3 ഇൻറ്റു മൈനസ് 3√3. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 3√3 കൊണ്ടിട്ട് ഈ രണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സ്. സോ 3√3 ഇൻറ്റു 4 ദാറ്റ് ഈസ് എന്താണ്? 4 ഇൻറ്റു 3 12√3 മൈനസ് 3√3 ഇൻറ്റു മൈനസ് 3√3 എത്രയാണ് കിട്ടുക? 3 into 3 that is 9 and √3 into √3 that is 3. മനസ്സിലായല്ലോ? ദെൻ ഇതുപോലെ തന്നെ ഈ 4നെയും നമ്മളിനി രണ്ട് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. 3√3 കൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ 4 കൊണ്ടും ഈ 4√3യെയും 4നെയും 3√3യെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ 4 into 4 that is 16. Then 4 into minus 3 that is 12 plus 12√3. ഇവിടെ മൈനസ് 4 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് 16 കിട്ടി. ആൻഡ് മൈനസ് 4 കൊണ്ട് തന്നെ മൈനസ് 3√3 മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് പ്ലസ് 12√3. മനസ്സിലായല്ലോ? ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തതാണ്.
ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കാം. ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് കിടക്കുന്നത്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ, എയുടെ വാല്യൂ ഏതാണ്? 4 സ്ക്വയർ മൈനസ് 3√3 സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് 12√3 minus 9 into 3 that is 27 minus 16 plus 12√3 divided by 4 square that is 16 minus 3 square is 9, √3 square is 3, 9 into 3. So ഇനി നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. 12√3 and plus 12√3, രണ്ട് 12√3 ആഡ് ചെയ്യുമ്പോൾ we get 24√3. Okay, then balance ഉള്ളത് minus 27 minus 16, minus 27 minus 16 that is minus 43. Okay, minus 43 divided by 16 minus 9 into 3 that is 27, 16 minus 27 that is minus 11. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 11ന്റെ നെഗറ്റീവ് സൈൻ മാറ്റാനായിട്ട്, സൈൻ ഒഴിവാക്കാൻ മുകളിലും താഴെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും -1 കൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻസ് എല്ലാം ഇന്റർചേഞ്ച് ആവും. പ്ലസ് 24√3 മൈനസ് 24√3 ആവും. പ്ലസ് 43 മൈനസ് 43 പ്ലസ് 43 ആവും. ഓക്കെ, സോ 43 ഇവിടെ മൈനസ് 43, ഇവിടെ പ്ലസ് 43 ആയി. ആൻഡ് മൈനസ് 24√3, ഇവിടുത്തെ പോസിറ്റീവ് 24√3 മൈനസ് 24√3 ആയി ഡിവൈഡഡ് ബൈ 11. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.